പിന്നെ മേളയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സ്നാനം എന്ന് പറയുന്നത് പോലെ മേളയിൽ വന്ന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സന്യാസിമാർക്ക് ഭിക്ഷ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്നാനം കഴിഞ്ഞ് വരുമ്പോൾ, സ്നാന ദിവസങ്ങളിലാണ് പ്രധാനമായിട്ടും, ഉത്തരഭാരതത്തിലൊക്കെ വ്യക്തികളായിട്ടാണെങ്കിലും വലിയ കൂട്ടായ്മകളായിട്ടാണെങ്കിലും എല്ലാവരും വലിയ രീതിയിൽ സന്യാസിമാർക്ക് ഭണ്ഡാര നടത്തുക എന്ന് പറയും. ഭക്ഷണവും വസ്ത്രവും ദക്ഷിണയും ഒക്കെ അടക്കമുള്ള ഭിക്ഷ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തവണ കേരളത്തിൻ്റെ ഭാഗമായിട്ടും ഈ രീതിയിൽ ഒരു വലിയ രീതിയിലുള്ളൊരു ഭണ്ഡാര അവിടെ കേരളത്തിൽ നിന്നുള്ള എത്രത്തോളം ആളുകൾക്ക് താല്പര്യമുണ്ടോ അവരെല്ലാവരെയും ചേർത്തുകൊണ്ട് നമ്മളൊരു വലിയ ഭണ്ഡാര സന്യാസിമാർക്ക് ഭിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് വരുന്നവർ നേരിട്ട് പങ്കെടുക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ ഇവിടെ നിന്ന രീതിയിൽ അതിനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന ആ കോൺട്രിബ്യൂഷനും എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു സ്നാനം കഴിഞ്ഞ് വരുന്ന നാഗസന്യാസിമാർക്ക് കേരളത്തിലെ മലയാളികളുടെ ഭാഗമായിട്ടുള്ള ഒരു ഭണ്ഡാര എന്നുള്ള നിലയ്ക്ക് ആ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കുംഭമേളയുടെ അതിൻ്റെ ഒരു എന്താ പറയുക ടൈം ലൈൻ, അതായത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എപ്പോഴാണ് തീരുന്നത്, അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, ആ ഒരു ചടങ്ങുകളുടെ എത്ര നാൾ നീണ്ടു നിൽക്കും? മേള തുടങ്ങുന്നത് ജനുവരി 10-നാണ്. പൗഷമാസത്തിലെ ഏകാദശിക്കാണ് തുടങ്ങുന്നത്. അത് ജനുവരി 13-ന് പൗർണമിക്ക് ആദ്യത്തെ സ്നാനം. അത് കഴിഞ്ഞ് മകരസംക്രാന്തിക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം, ഷഹി സ്നാൻ എന്ന് പറയുന്ന രാജകീയ സ്നാനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ജനുവരി 14-ന്. അത് തൊട്ട് ഫെബ്രുവരി 26-നാണ് അവസാനത്തെ സ്നാനം, ശിവരാത്രി ദിവസം. അപ്പോൾ ഈ ഒരു സമയം ജനുവരി 10 തൊട്ട് ഫെബ്രുവരി 26 വരെയാണ് മേളയുടെ ഒരു കാലയളവ്. അപ്പോൾ അതിൽ എല്ലാ പൗർണമികളും, ഇപ്പോൾ മകരസംക്രാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൗനി അമാവാസി, അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സ്നാന ദിവസമാണ്, സന്യാസിമാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വസന്ത പഞ്ചമി, അത് കഴിഞ്ഞാൽ മാഘപൗർണമി, ശിവരാത്രി. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങൾ. അതല്ലാതെ ഈ സമയമെല്ലാം സ്നാനത്തിന് വിശിഷ്ടമായത് തന്നെ. ഈ ദിവസങ്ങളിൽ സന്യാസിമാർ വലിയ ഘോഷയാത്രയായി പോയി കുളിക്കും. അന്നത്തെ ദിവസം അതിഭീകരമായ തിരക്കുമായിരിക്കും. കാരണം ഇതൊരു കാഴ്ച കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ സന്യാസിമാരും എല്ലാവരും എത്തുന്നുള്ളത് കൊണ്ട് അവരെ ദർശിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും. ഏകദേശം 4-5 കോടി ആളുകൾ അവിടെ എത്തും. അന്ന് വരുന്ന ആളുകൾക്കൊക്കെ അന്ന് മേള നഗരിയിലേക്ക് പ്രവേശിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളത്, ഷഹീസ്നാന ദിവസം അവിടെ നിൽക്കാൻ ഉദ്ദേശിച്ച് വരികയാണെങ്കിൽ അതിൻ്റെ തലേന്ന് രാവിലെയെങ്കിലും അവിടെ എത്താവുന്ന രീതിയിലേക്ക് വരണം. പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമേ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ തന്നെ പറ്റുള്ളൂ. മേള നഗരിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ വരുമ്പോൾ പലരും പല സമയത്താണ് വരണമെന്നുണ്ടെങ്കിലും പോകുമ്പോൾ എല്ലാവരും കൂട്ടത്തോടു കൂടി പോകാനുള്ളൊരു തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് കിടക്കൽ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ട്, അന്നത്തെ ദിവസവും പിറ്റേ ദിവസം കൂടി കഴിഞ്ഞിട്ടേ പുറത്തേക്ക് കിടക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ, അതല്ലാത്ത ദിവസങ്ങളിൽ സാമാന്യമായിട്ട് ഈ ക്രൗഡിനെ മുഴുവൻ മാനേജ് ചെയ്യാവുന്ന സംവിധാനം അവിടെയുണ്ട്. അപ്പോൾ ഇതാണ് മേളയുടെ ഒരു കാലം. പക്ഷേ ശരിക്കും അതിന് മുമ്പ് തന്നെ, അതായത് ഇപ്പോൾ ഈ നവംബർ മാസത്തിലാണ് നമ്മളുടെ കാലഭൈരവാഷ്ടമിക്കാണ് നമ്മുടെ ധ്വജ ആരോഹണം നടന്നത്. അപ്പോൾ അതിന് മുമ്പ് ഭൂമി പൂജ, ആ നഗരിയിലെ മേള നടക്കുന്ന നഗരിയിലെ ദേവതകൾക്ക് പൂജ, തീർത്ഥ പൂജ. അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ്, അതായത് ദേവത അവിടെ വേണിമാധവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാഗ്രാജിൻ്റെ ദേവത. വേണിമാധവിന് പൂജ, ഗംഗാ യമുന സരസ്വതി നദീ പൂജ, അത് കഴിഞ്ഞ് ഭൂമി പൂജ കഴിഞ്ഞ് കാലാഷ്ടമിയുടെ ദിവസം നമ്മൾ ധർമ്മധ്വജം ഉയർത്തും. ആ ധർമ്മധ്വജമാണ് കുംഭമേളയുടെ അടയാളം. ശരിക്കും അത് അഖാഡകളിൽ ഉയർത്തുന്നതാണ്. അഖാഡകളുടെ മുഴുവൻ പ്രതാപത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഈ ധർമ്മധ്വജം. ആ ധർമ്മധ്വജത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അഖാഡ മുഴുവൻ സ്ഥിതി ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ അഖാഡയിൽ 52 മഠികളാണുള്ളത്. അപ്പോൾ ആ 52 മഠികളെ പ്രതികരിച്ചുകൊണ്ട് 52 അടി നീട്ടമുള്ള ധ്വജമാണ് അവിടെ ഉയർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ ദത്താത്രേയ ജയന്തിക്ക്, അതായത് ജൂന അഖാഡയുടെ ദേവത ദത്താത്രേയനാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ അഖാഡകളിലെ സാധുക്കൾ മുഴുവൻ ആ ദേവതയുടെ ശിഷ്യന്മാരായിട്ടാണ് പറയുക. അപ്പോൾ ദത്താത്രേയ ജയന്തിക്ക് നമ്മൾ വലിയ പേഷ്വായിയായി, വലിയ ഘോഷയാത്രയായി നഗരം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് നമ്മൾ കുംഭമേള നഗരിയിലേക്ക് പ്രവേശിക്കും. മേളാപ്രവേശം എന്ന് പറയും. അതിനുശേഷം നമ്മൾ അവിടുത്തെ ടെൻറ്റുകളിലും കാര്യങ്ങളിലൊക്കെയാണ് മേള കഴിയുന്നത് വരെ താമസിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിന് മുമ്പുണ്ട്. അതായത് ഭൂമി പൂജ, ദേവതാപൂജ, തീർത്ഥപൂജ, ധ്വജാരോഹണം, നഗരിപ്രവേശം, പേഷ്വായി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ജനുവരി 10-ന് ആദ്യത്തെ ഒരു സ്നാനം ചെയ്തുകൊണ്ട് മേള തുടങ്ങുന്നത്.